ഉപേക്ഷിച്ച നായ്ക്കുട്ടി തിരികെ വീടെത്തിയത് കാണുന്നത് പോലെ മടങ്ങിയെത്തിയ റാമിനെ കണ്ടപ്പോൾ പിനിഷേടൻ അതിശയത്തോടെ നോക്കി. "നീ ആള് കൊള്ളാമല്ലോ," അയാൾ അതിശയത്തോടെ ചോദിച്ചു. "ഇതൊക്കെ എന്ത്?" റാം പുച്ഛത്തോടെ പറഞ്ഞു. "വെൽ ഡൺ മൈ ബോയ്, അപ്പോൾ നീ ജീവിതം പഠിക്കാൻ തീരുമാനിച്ചു അല്ലേ? ബൈ ദ ബൈ, എങ്ങനെയുണ്ട് കോളേജും ക്ലാസ്സിലെ പിള്ളേരും?" "എല്ലാവരും അടിപൊളി. പിന്നെ ക്ലാസ്സിലെ ഏക മലയാളി ഞാനാണ് ചേട്ടാ." "ഹാ, അതിപ്പോൾ നല്ല കാര്യമായില്ലേ. നിന്റെ തമിഴ് ഭാഷ മെച്ചപ്പെടും, പുതിയ കൾച്ചർ മനസ്സിലാകും, നല്ല കൂട്ടുകാരെ കിട്ടും. തമിഴ് ജീവിതം പഠിക്കാനും കഥ എഴുതാനും ഇതിലും ബെസ്റ്റ് സിറ്റുവേഷൻ വേറെ എവിടെ കിട്ടും? അല്ലേ തന്നെ അന്യനാട്ടിൽ ചെന്നിട്ട് മലയാളികളുടെ ഇടയിൽ നിൽക്കാനാണെങ്കിൽ അതിലെന്താണ് ഇത്ര ത്രില്ല്? ഇനി നീ തകർക്കും, നോക്കിക്കോ." എന്തായാലും ഒരു മൂഡ് തോന്നിയപ്പോൾ ഞാനും കിരണും കൂടി അടുക്കളയിൽ കയറി ചോറും നല്ല മീൻകറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ പോയി ഫ്രഷായി വാ, നമുക്കൊരുമിച്ച് കഴിക്കാം. "ആഹാ, കൊള്ളാലോ. പാചകമൊക്കെ തുടങ്ങിയോ? അല്ല, കിരൺ എവിടെ?" "അതാ ബാൽക്കണിയിലെങ്ങാനും കാണും. രാത്രി ആയാൽ പിന്നെ ഫ്ലാറ്റിൽ എന്തൊക്കെയോ നടക്കുന്നതെന്ന് നിരീക്ഷിക്കലാണ് അവൻ്റെ പ്രധാന ഹോബി." റാം ഹാളിൽ നിന്ന് മുറിയിലേക്ക് ചെല്ലുമ്പോൾ കിരൺ ഒരു കസേരയും ഇട്ട് ബാൽക്കണിയിൽ കാറ്റും കൊണ്ടിരിപ്പായിരുന്നു. "മിസ്റ്റർ CCTV!" റാമിൻ്റെ വിളി കേട്ട് കിരൺ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ശക്തിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിൽ കെട്ടിയിട്ടിരുന്ന അയയിൽ ക്ലിപ്പ് ചെയ്തിരുന്ന അലക്കിയിട്ട തുണികൾ കാറ്റിൽ പാറി കളിച്ചു. "എന്തുവാടാ ഇവിടെ ഇത്ര കാണാൻ?" റാം അവനരികിലേക്ക് ചെന്നു. "ഇവിടെ ഇരുന്നാൽ എന്താണ് കാണാനൊക്കാത്തതെന്ന് ചോദിക്ക് റാമണ്ണ. നോക്ക്, ചുറ്റും നോക്ക്. ഫ്ലാറ്റുകൾ, അതിലോരോരോ ജീവിതങ്ങൾ, പലതും പല പല വികാരങ്ങൾ. ചിലയിടത്ത് ദേഷ്യം, ചിലയിടത്ത് സ്നേഹം, ചിലരിൽ കാമം, മറ്റു ചിലരിൽ ദാരിദ്ര്യം. അങ്ങനെ പല പല വികാരങ്ങൾ ഇവിടെ ഇരുന്നാൽ കാണാം." ഒരു ഫ്രീക്കൻ പയ്യൻ ഒരു ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നത് കേട്ട് റാം ഞെട്ടിപ്പോയി. "നീ എന്താടാ കഞ്ചാവടിച്ചോ? ഇതെന്താണ് മലയാളികളുടെ കുഴപ്പം? ചെറുപ്പക്കാർ അല്പം ആഴത്തിൽ സംസാരിച്ചാൽ ഉടൻ അവനെ പിടിച്ച് കഞ്ചാവാക്കും. ഹാ ഹാ ഹാ. എൻ്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞതാണേ." റാം അവൻ്റെ മുടിയിൽ വിരൽ കൊണ്ട് 2 ചികിൽ ചികഞ്ഞുകൊണ്ട് ചേർന്ന ശേഷം ചുറ്റുമുള്ള കെട്ടിടത്തിലേക്ക് ഒന്ന് നോക്കി. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ഓരോ ഫ്ലാറ്റിലെയും ജനാലിലൂടെയും ബാൽക്കണിയിലൂടെയുമെല്ലാം ഒരുപാട് ജീവിതങ്ങൾ ദൂരെ നിന്നും നോക്കിക്കാണാം. ഒരു തരത്തിൽ ചിന്തിച്ചാൽ അന്യരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമാണ്. എങ്കിലും ഓരോ ഫ്ലാറ്റിൻ്റെ ഓരോരോ സിനിമയിലെ രംഗങ്ങൾ നടക്കുന്നത് പോലെ റാമിന് തോന്നി. ചിലർ ബാൽക്കണിയിൽ കുഞ്ഞുങ്ങളുമായി ഇരുന്ന് തെരുവിലൂടെ പോകുന്ന വണ്ടികൾ നോക്കിക്കാണുന്നു. മറ്റു ചിലർ മുൾക്കുള്ളിൽ തന്നെ ഇരുന്ന് TV കാണുന്നു. ചിലർ വഴക്കിട്ട് നടക്കുന്നു. ചില ലൈറ്റില്ലാത്ത ബാൽക്കണികളിൽ നിഴലുകൾ തമ്മിൽ പ്രണയിക്കുന്നു. ആ സമയത്ത് വലതുവശത്തെ ഇരുമ്പ് കെട്ടിൻ്റെ അടുത്തിൽ ഓപ്പൺ ടെറസായിൽ കൊതുകു വല കൊണ്ട് പൊതിഞ്ഞ രീതിയിൽ ഒരുപാട് കട്ടിലുകൾ അടുത്തടുത്തായി നിരന്ന് കിടക്കുന്നു. റാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ചില കുട്ടികളുടെ കയ്യിൽ മൊബൈലിൻ്റെ സ്ക്രീൻ വെളിച്ചവും കാണാം. "അതെന്താ സംഭവം?" അങ്ങോട്ട് നോക്കിക്കൊണ്ട് റാം ചോദിച്ചു. "ആ കാണുന്ന ഒരുപാരുടെ താമസസ്ഥലമാണ്. അവിടെ ടെറസിലെ കട്ടിലിൽ ഒന്നിന് ഒരു മാസം 1000 രൂപയാണ് വാടക. കട്ടിലിനോടൊപ്പം ഒരു ഫോൺ ചാർജ് പ്ലഗും കട്ടിലിൻ്റെ അടിഭാഗത്തായി സാധനങ്ങൾ വയ്ക്കാൻ ഒരു ഡ്രയൽ പോലും ഉള്ള ഒരു ഭാഗവും കാണും. പിന്നെ ടെറസിൻ്റെ വലതുവശത്ത് ഒരു കോമൺ ബാത്റൂമും." "അയ്യോ, അപ്പോൾ മഴ പെയ്യുമ്പോഴോ?" "മഴ പെയ്യുന്ന സീസണിലൊക്കെ കമ്പി കെട്ടി നാട്ടി ടാർപ്പായ പോലെ എന്തെങ്കിലും വലിച്ചു കെട്ടുന്നത് കാണാം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അപ്രത്യക്ഷ മഴയോ അല്ലെങ്കിൽ 3 മാസം നീളുന്ന മഴയോ ഒന്നുമില്ല അണ്ണാ. വർഷത്തിൽ വല്ലപ്പോഴും മഴ പെയ്താൽ അതുതന്നെ ഇവർക്ക് ആ സന്തോഷം. പെട്ടെന്ന് മഴ പെയ്താൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ചിലരൊക്കെ നനയുമായിരിക്കും." റാം ആ ടെറസിൻ്റെ കട്ടിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. കൊതുകുവലയ്ക്കുള്ളിൽ സ്വപ്നങ്ങൾ നെയ്യുന്നവരുടെ ഒരു ലോകം. 10 മണിക്ക് മുൻപ് തന്നെ അത്താഴവും കഴിഞ്ഞ് 3 പേരും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ 6:30 കമ്പനി ക്യാബിൻ ബിനിഷേടൻ ജോലിക്ക് പോയി. ഏകദേശം 8 മണിയായപ്പോൾ കിരണും തൊട്ടു പിന്നാലെ റാമും കോളേജിലേക്ക് പുറപ്പെട്ടു. അയ്യപ്പനങ്കാൽ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ 47-ാം നമ്പർ ബസ് ഒരെണ്ണം പുറപ്പെടുവാനായി നിൽപ്പുണ്ടായിരുന്നു. അതിൽ കയറി ഗിണ്ടി സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി സബ്വേയിലൂടെ നടക്കുമ്പോൾ റാം ചുറ്റും നോക്കി. സബ്വേയിലും നിറയെ കച്ചവടക്കാരാണ്. പഴങ്ങൾ, പൂക്കൾ, ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വിൽക്കുന്നവരാണ് കൂടുതലും. സബ്വേ നേരെ ചെന്നെത്തുന്നത് 2 ഇടങ്ങളിലാണ്. പോകാനുള്ള വഴിയിലൂടെ നടുവിലേക്കാണ്. ഒന്ന് റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജ് ആരംഭിക്കുന്നിടത്തും മറ്റൊന്ന് ഗിണ്ടി മെട്രോയുടെ ഓവർ ബ്രിഡ്ജ് ആരംഭിക്കുന്നിടത്തേക്കും.
ഓവർ ബ്രിഡ്ജിനരികിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറുകളുണ്ടായിരുന്നു. നുന്നംപക്കം പോകുവാനായി ചെന്നൈ ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ കയറണമെന്ന് ഒരാളോട് ചോദിച്ച് അവൻ മനസ്സിലാക്കി. 15 മിനിറ്റ് കൂടുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ആ വഴി പോകുന്ന ട്രെയിൻ ഉണ്ടാകുമെന്ന് അയാൾ പറഞ്ഞു. 5 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഓവർ ബ്രിഡ്ജിൽ കയറി അവൻ പ്ലാറ്റ്ഫോം നമ്പർ 2 ആ സമയത്ത് ഒരു ട്രെയിൻ കൃത്യമായി വന്നു നിൽക്കുകയും ചെയ്തു. ഒരാളോട് കൂടി ചോദിച്ച് കൃത്യത വരുത്തിയ ശേഷം ആ ട്രെയിനിൽ അവൻ കയറിപ്പറ്റി. രാവിലെ ആളുകൾ ജോലിക്കും മറ്റും പോകുന്ന സമയമായതിനാൽ ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ ഗൗരവം നിറഞ്ഞ മുഖഭാവമായിരുന്നു നിൽക്കുന്നവരും ഇരിക്കുന്നവരുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭൂരിഭാഗം പേരും കാതിൽ ഹെഡ്സെറ്റ് തിരികെ വെച്ചിരിക്കുന്നു. അവരിൽ നിന്ന് തനിക്കൊന്നും നേടുവാനില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനും ഹെഡ്സെറ്റ് ചെവിയിൽ തിരികെ ഒരു തമിഴ് പാട്ടിട്ടു. ഓരോ സ്റ്റേഷനിലും താണ്ടി ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഹെഡ്സെറ്റിൽ പാട്ടും കേട്ട് കൈപ്പിടിയിൽ തൂങ്ങി നിൽക്കുമ്പോഴാണ് റാമിൻ്റെ പിന്നിൽ നിന്നും ആരോ തള്ളുന്നത്. ആരാ നോക്കുമ്പോൾ ശ്രീ മുല്ലപ്പൂവൊക്കെ വെച്ച് നിൽക്കും. കടും ചുവത്ത നിറത്തിൽ ചുണ്ടിൽ ചായം തേച്ചിരിക്കുന്നു. അവൻ സംശയത്തോടെ ഹെഡ്സെറ്റ് ഒരു കാതിൽ നിന്നും ഊരിപ്പിടിച്ചു. അറുവാണി അവർ വിളിച്ചു. നാട്ടിൽ സ്ത്രീകൾ തമ്മിൽ വഴക്കിടുമ്പോൾ തെറിയുടെ കൂട്ടപ്പേരിൽ ഈ സ്ത്രീകളുടെ പേര് വിളിക്കുന്നത് ചെറുപ്പക്കാരൊക്കെ റാം പലതവണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഒരു കാരണവുമില്ലാതെ തന്നെ തെറി പറയുകയാണെന്ന് അവർ കരുതി. അവൻ അല്പം കൂടി മുന്നിലേക്ക് മാറി നിന്നു. ഹേ അറുവാണി! അവർ വിടാൻ മട്ടില്ല തരത്തിൽ വീണ്ടും അവൻ്റെ തോളിൽ തട്ടി. ഞാൻ അറുവാണിയല്ലെന്ന തരത്തിൽ തല കുലുക്കിയിട്ട് അവൻ വീണ്ടും മുന്നോട്ട് കയറി നിന്നു. ഞാനൊരു അറുവാണി കാസ്ത കണ്ണ അവർ പറഞ്ഞു. ഇതെന്ത് കൂത്ത്, സ്വയം തെറി പറയുന്നു. അതും കാശി കിട്ടാൻ റാം മനസ്സിലോർത്തു. കണ്ണാ നീ ரொம்ப അഴകാ இருக்கே, ഉൻ ദാടി എനിക്ക് ரொம்ப പിടിച്ചിരിക്ക്. അത്രയ്ക്കും ആളുകളുടെ മുന്നിൽ വെച്ച് അവൻ്റെ താളിൽ വിരൽ കടത്തിയ ശേഷം കയ്യിലുള്ള മസിലിൻ്റെ ഭാഗത്ത് അമർത്തിക്കൊണ്ട് അവർ പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ താൻ പരിചയപ്പെടുന്നത് മനസ്സിലായ റാം ഷർട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. എൻ്റെ കയ്യിൽ ഇതുള്ളൂ. ബസ്സിലും ട്രെയിനും ടിക്കറ്റ് എടുത്തതിൻ്റെ മിച്ചമുണ്ടായിരുന്ന 20 രൂപ നോട്ട് അവൻ കാണിച്ചു. ഉടൻ അവരത് വാങ്ങി ബ്ലൗസിൽ വെച്ചിട്ട് ഇരു കൈകളും നെറുകയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ച് അടുത്ത ആളുടെ അരിയിലേക്ക് പോയി. മലയാളികളുടെ അടുത്ത് കയ്യിൽ പിടിയിൽ തൂങ്ങി നിന്നിരുന്ന ഒരു ചേട്ടൻ അവരോട് പറഞ്ഞത് അറുവാണി എന്ന് വെച്ചാൽ ഹിജടകൾ എന്നാണ് അർത്ഥം. അവർ അങ്ങനെയൊക്കെ പറയും. എന്ന് വെച്ച് നമ്മൾ കാശൊന്നും കൊടുക്കാൻ നിൽക്കരുത്. എല്ലാം ഫ്രോഡുകളാണ്. മോൻ ഇവിടെ പുതിയതാണോ? അതെ ചേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ കാണുന്നത്, അടുത്ത് കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ. പിന്നെ ഇപ്പോൾ വന്ന പെണ്ണിനെ കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. അവരെ കണ്ടാൽ 9 ആണെന്ന് തോന്നില്ല. ചെന്നൈയിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഏറ്റവും കൂടുതൽ ഭിക്ഷക്കാരും ഇതുപോലെയുള്ള അറുവാണികളുമാണ് കൂടുതലുള്ളത്. അങ്ങോട്ട് നോക്കുക. ടി നഗർ സ്റ്റേഷൻ വണ്ടി നിർത്തുന്നതിനിടെ അയാൾ ഒരു ബെഞ്ചിനടിയിലേക്ക് കൈ ചൂണ്ടി. അവിടെ ആണുങ്ങൾ പെൺവേഷം കെട്ടിയതുപോലെ കുറച്ച് പേര് ചിരിയും കളിയുമായി സല്ലപിച്ചിരിക്കുന്നു. കണ്ടോ, ഇതുപോലെ ഓരോ സ്റ്റേഷനിലും ഉണ്ടാവും ഇവരുടെ കൂട്ടുകാർ. ഇനി ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ പൈസ കൊടുക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ. ഞാൻ ദേ ഇവിടെ ഇറങ്ങുക. അയാൾ ഉപദേശം നൽകി നടന്നകന്നു. 1 മിനിറ്റ് നിർത്തിയിട്ടതിന് ശേഷം ട്രെയിനിൽ നിന്നും വീണ്ടും തുടങ്ങി. റാം ഒരിക്കൽ കൂടി ആ ബെഞ്ചിലിരുന്ന അറുവാണികളെ ഒന്ന് സ്വയം വിളിക്കുന്നവരെ നോക്കി. തിരക്കിനിടയിലും അവർ അവരുടേതായ ലോകം തീർത്തിരിക്കുന്നു. ആ ലോകത്തിൽ അവരുടെ കളിച്ചിരികളും സന്തോഷങ്ങളും ആയിരുന്ന നിമിഷം മാത്രം. ഒടുവിൽ നുങ്കംപാക്കം ട്രെയിൻ ഇറങ്ങി അതിവേഗത്തിൽ നടന്ന് കോളേജിലെത്തിയപ്പോഴേക്കും സമയം 9:30 അടുത്തിരുന്നു. മുകളിലേക്കുള്ള പടികെട്ട് ഓറി കയറുന്ന സമയത്ത് റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണ് പുരികം ചൊളിച്ച് അവനെ തന്നെ നോക്കി. ഈ സാധാരണത്തിന് രാവിലെ ആദ്യമായി ഒരാളെ കണ്ടാൽ ഒന്ന് ചിരിച്ചൂടെ? സ്വയം പിറുപിറുത്തുകൊണ്ട് 3-ാം നിലയിലെ തൻ്റെ ക്ലാസ്സിലേക്ക് ലക്ഷ്യമാക്കി അവൻ ഓടി. അവൻ ക്ലാസ്സിലെത്തി. പിന്നിലെ സീറ്റിലിരുന്നതും ശിവസാർ ക്ലാസ്സിൽ കയറി വന്നതും ഒരേ നിമിഷത്തിലായിരുന്നു. വാട്ട് എ ടൈമിംഗ് മച്ചാ, നീ ഗത്ത്, വെട്രി പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഓൾ. ഒരു നല്ല ഫിലിം മേക്കറിന് ബേസായി കൃത്യമായി സമനിഷ്ഠയാണ്. അതിൽ നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റാണ് സാർ. അത് പറയുമ്പോൾ റാമിൻ്റെ കാത് കിതപ്പ്. ഒരു വിധത്തിൽ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് തലേ ദിവസത്തെ പോലെ ഹോട്ടലിൽ പോകാൻ തുടങ്ങിയ റാമിനെ വെട്രിയും രേഷ്മയും ചേർന്ന് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതേത് ഹോട്ടലാ? കോളേജിൻ്റെ അങ്ങേ തെരുവിൽ ജയലളിതയുടെ പടം വെച്ച ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് റാം ചോദിച്ചു. ഇതാണ് അമ്മ ഉണവകം. രാവിലെ 7 മണി മുതൽ 10 മണി വരെ 1 രൂപയ്ക്ക് ഇഡ്ഡലി, 5 രൂപയ്ക്ക് പൊങ്കൽ, സാമ്പാർ സാദം, ലെമൺ റൈസ്, കറിവേപ്പില സാദം, തൈർ സാദം എന്നിവ. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ 3 രൂപയ്ക്ക് 2 വീതം ചപ്പാത്തിയും പരിപ്പ് കറിയും കിട്ടും. രേഷ്മ ഒരു ടൂർ ഗൈഡിനെ പോലെ പറഞ്ഞു.
തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ആ സംരംഭത്തെപ്പറ്റി പണ്ടെങ്ങാണ്ടോ പത്രത്തിൽ വായിച്ചതായി റാം ഓർക്കുന്നു. ഒരു വലിയ ഹാൾ പോലെ തോന്നിച്ചിരുന്ന ഭക്ഷണശാലയിലേക്ക് കയറുമ്പോൾ കോളേജിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് ഒന്നിച്ചു നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ വൃത്തിയിലുള്ള സ്റ്റീൽ ടേബിളും ചുറ്റും കുറേ ആളുകളും നിന്ന് കഴിക്കുന്നു. മറ്റു ചിലർ ഭിത്തിയോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന സ്ലാബുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. റാം നോക്കുമ്പോൾ റിസപ്ഷനിലെ പെണ്ണ് ആരൊക്കെയോ ആയി തല്ലിപിടിച്ച് ഇടയ്ക്ക് കയറി തൈര്-സാദവും വാങ്ങി വരുന്നത് കണ്ടു. മൂദേവി രേഷ്മ അവളെ കണ്ടതും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "മച്ചാ, ഇന്നാ വെട്രി ഒരു വശത്തു നിന്നും സ്റ്റീൽ പ്ലേറ്റ് എടുത്തു റാമിനും രേഷ്മയ്ക്കും കൊടുത്തു." മൂവരും 20ഓളം ആളുകൾ വരുന്ന നീണ്ട ക്യൂവിന് പിന്നിലായി ചെന്ന് നിന്നു. "എന്താ ഞാനിപ്പോൾ കഴിക്കുക?" റാം സ്വയം ചോദിച്ചു. "മച്ചാ, നീ തേവടിയാ കഴിക്ക്." "തേവടിയാരോ? അതെന്താ സാധനമാ?" "അതൊരു സൂപ്പർ സാധനമാ മച്ചാ, ബിരിയാണി പോലെ ഇരിക്കും. 5 രൂപയുള്ളൂ. ഇത് വിളമ്പാൻ നിൽക്കുന്ന അക്കയോട് ചോദിച്ചാൽ മതി, ചൂടോടെ കിട്ടും." "റാം, ചോദിക്കല്ലേ, നല്ല അടി കിട്ടും." രേഷ്മ വെട്രിയുടെ കയ്യിൽ നുള്ളിയിട്ട് അടക്കം പറിക്കുന്ന പോലെ അതിൻ്റെ അർത്ഥം റാമിന് പറഞ്ഞു കൊടുത്തു. "ഫാ പട്ടി." റാം സ്റ്റീൽ പാത്രം കൊണ്ട് വെട്രിയുടെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തു. നാടകത്തിന് സിമ്പിൾ അടിക്കും പോലെ ഒരു ശബ്ദം ആ ഹാളിൽ ആകെ മുഴങ്ങി കേട്ടു. "പാത്രം അടിച്ച് ചുളുക്കിയാൽ 50 രൂപ വാങ്ങും കേട്ടോ," വിളമ്പിൽ നിന്നിരുന്ന അക്ക വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും അവർ 3 പേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല.